ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നിപ്പോൾ സൺഡേ ആണ്. രാവിലെ എല്ലാവരും എഴുന്നേൽക്കാനൊക്കെ അല്പം താമസിച്ചു. ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ. കുറേ ദിവസം കൊണ്ട് ദോശ, ഇഡ്ഡലി, പുട്ട്, അപ്പം ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നായിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇന്ന് എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഒരു അരമണിക്കൂർ മുമ്പേ മാവൊക്കെ ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കുറച്ച് താമസിച്ച് എഴുന്നേറ്റത് കൊണ്ട് ഇന്ന് പതുക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. ഇന്ന് പൊതുവേ നല്ല കാലാവസ്ഥയാണ്, മഴയൊന്നുമില്ല. അപ്പോൾ കുറേ തുണിയൊക്കെ കഴുകിയിട്ടിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിലും അതൊന്നുകൂടെ വെയിലത്തൊക്കെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണമെന്ന് കരുതി. അങ്ങനെ രാവിലെ ചപ്പാത്തി പരിപാടി കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് കരുതി. ഇന്നിപ്പോൾ ചപ്പാത്തിക്ക് പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പ് കറി, നമ്മൾ ചോറിനൊക്കെ ഒഴിക്കുന്ന അതേ പരിപ്പ് കറിയാണ്. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ചിലർക്കൊന്നും ഇത് അത്ര ഇഷ്ടമല്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നതെന്ന് പറയുന്നേക്കാം. ദാല് കറി മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമാണ്. ദാല് എന്നിട്ട് നമ്മുടെ തോരൻ പരിപ്പ്, തക്കാളിപ്പഴവും പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് പിന്നെ ഇങ്ങനെ കടുവറുത്ത് ഇടുന്നത് ദാല് കറി. അത് മിക്കവാറും ആൾക്കാർക്കൊക്കെ ഇഷ്ടം. ഇവിടെ ഉണ്ടാക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. പക്ഷേ എനിക്ക് ദാല് കറിയേക്കാൾ ഈ പരിപ്പ് കറി ചപ്പാത്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ പിന്നെ മുട്ടക്കറിയോ കടലക്കറിയോ ഒക്കെയാണ് സാധാരണ ഉണ്ടാക്കുന്നത്, ഉരുളൻകിഴങ്ങ് കറിയൊക്കെ. അങ്ങനെ രാവിലെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറേ തൂപ്പും ക്ലീനിങ്ങും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും തൂക്കും. പക്ഷേ ഇപ്പം മഴയായതുകൊണ്ട് 2 ദിവസം കൊണ്ട് തുടയ്ക്കാതിട്ടിരുന്നത് കൊണ്ട് ഞാൻ ഓർത്ത് ഇന്ന് വെയിൽ കണ്ടപ്പോൾ ഒന്ന് തുടച്ചും കൂടെ ഇടാമെന്ന് കരുതി. അങ്ങനെ തൂത്ത് വൃത്തിയാക്കിയിട്ട് നമുക്കതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തിടണം. പിന്നെ മിക്കവാറും ദിവസം ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുടയ്ക്കും. അതുകൊണ്ട് അത്രയ്ക്ക് അഴുക്കൊന്നുമില്ല കേട്ടോ. പിന്നെങ്കിലും ലൈസോളൊക്കെ ഒഴിച്ചൊന്ന് തുടച്ചെടുക്കുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ് വീട് വൃത്തിയായി കിടക്കുന്നത്. എനിക്കിങ്ങനെ അഴുക്കായിട്ട് കിടക്കുന്ന അത്ര താല്പര്യമുള്ള കൂട്ടത്തിലല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് ഞാൻ തുടച്ചൊക്കെ എടുക്കും. അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന ഇതാണ്. പിന്നെ തുണിയൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാനും തുണി അലക്കാനുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ മത്തയില ഇങ്ങനെ നന്നായിട്ട് പടന്ന് ഒരു ചെറിയ ചായ്പുണ്ട്, വരാന്തയുണ്ട്, അതിൻ്റെ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ ഇലയൊക്കെ പറിച്ച് തോരൻ വെക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു മത്തങ്ങ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നത് കണ്ടത്. കൊതുകൊക്കെ കുത്തി നശിച്ചു പോകണ്ടെന്ന് കരുതി ഞാനതിനൊരു കവറിടുകയാണ്. പിന്നെ ഇപ്പം സീസണല്ലല്ലോ. സാധാരണ മത്ത പടർത്തുന്നിട്ടത് നല്ല വെയിലുള്ള സമയത്താണ് മത്ത പടർത്തി അതിൻ്റെ ഇല എടുത്ത് തോരൻ വെക്കാനും. അതുപോലെ മത്തങ്ങയൊക്കെ ഒരുപാട് പിടിക്കുന്നത് നല്ല വെയിലുള്ളപ്പോഴാണ്. നന്നായിട്ട് നനച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഞങ്ങൾ മത്ത നടാൻ ഇച്ചിരി താമസിച്ചു. പിന്നെ അത് പടർന്നൊക്കെ വന്നപ്പോഴത്തേനും മഴയായി. അതുകൊണ്ട് ഇപ്രാവശ്യം കായൊന്നും പിടിക്കത്തില്ലെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്രാവശ്യം 2-3 കാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിച്ച് നിൽക്കുന്നു. ഇപ്പം നോക്കിയപ്പോൾ മഴയായതുകൊണ്ട് ഇതൊന്നും നോക്കുന്നേ ഇല്ലായിരുന്നു. ഇല പറിച്ച് 2-3 പ്രാവശ്യം ഞങ്ങൾ തോരനൊക്കെ വെച്ചു. നല്ല ടേസ്റ്റാണ് മത്തയില തോരന്. ഇവിടെ കായേക്കാളും എല്ലാവർക്കും ഇഷ്ടം മത്ത ഇലയ്ക്കാണ്. അതുകൊണ്ട് ഇല പറിച്ച് തോരൻ വെക്കുന്നതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ. പക്ഷേ മത്തങ്ങ പിടിച്ചത് കണ്ടപ്പം പിന്നെ അത് കൊതുകുത്തിയൊന്ന് നശിച്ചു കൊണ്ടാന്ന് കരുതി ഞാൻ ഒരു കവറൊക്കെ ഇട്ട് വെച്ചതാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് 3-4 സ്ഥലത്ത് ഇതുപോലെ ചെറിയ മത്തങ്ങ പിടിച്ച് വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ആയിട്ടേ നമുക്ക് കവറൊക്കെ എടുത്തിടാൻ പറ്റുള്ളൂ. ഇതുപോലെ തറയിലൂടെ പടത്തിയതാണ് കേട്ടോ. തറയിലൂടെ പടത്തി ഇങ്ങനെ പിന്നെ ഒരു ഓലമടലൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അതങ്ങ് മേളിലോട്ട് കയറിയതാണ്. ഇനി മത്തയില തോരൻ വെക്കുന്നതിൻ്റെ കൂടെ തന്നെ മത്തയുടെ പൂവും നമുക്ക് തോരൻ വെക്കാൻ നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ 2-3 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് വെച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അധികം നമ്മൾ ഇതിനകത്ത് വിഷമൊന്നും ഇല്ലല്ലോ. നമ്മൾ തനിയെ ഇവിടെ പടർത്തി വരുന്നതല്ലാതെ വലിയ വളമൊന്നും ഇട്ട് വളർന്നതല്ല. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ മത്തയില തോരന്. പിന്നെ പച്ചമുളകൊക്കെ ഗ്രോ ബാഗിലൊക്കെ നട്ടതുണ്ടായിരുന്നു. പിന്നെ മഴയായതുകൊണ്ട് എല്ലായിടത്തും കുറേ പുല്ലൊക്കെ കയറിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.